ഇസ്രായേൽ തുടർച്ചയായി രാജ്യത്തിനെതിരെ നടത്തിയ ആക്രമണത്തിന് പ്രതികാരമായി ബുധനാഴ്ച രാത്രിയിൽ അധിനിവേശ ഫലസ്തീനിലെ ഇസ്രായേൽ രാജ്യങ്ങളിലേക്ക് ഇറാൻ നിരവധി ബാലിസ്റ്റിക് മിസൈലുകൾ വിക്ഷേപിച്ചു. ആക്രമണത്തിന് മുൻപ് ഇറാൻ നേതാവ് സയ്യിദ് അലി ഖാനയി എക്സിൽ ഒരു പോസ്റ്റ് കുറിച്ചു. നമ്മൾ ഭീകര സയനിസ്റ്റ് രാഷ്ട്രത്തിനെതിരെ ശക്തമായി പ്രതികരിക്കണം. സയനിസ്റ്റുകളുമായി ഞങ്ങൾ ഒരിക്കലും വിട്ടുവീഴ്ച ചെയ്യില്ല എന്ന് കുറിപ്പിൽ നേതാവ് പ്രഖ്യാപിച്ചു. ഏറ്റുമുട്ടലിനോടുള്ള ഇറാന്റെ പ്രതിബദ്ധതയും US ഭീഷണികൾക്ക് വഴങ്ങാതിരിക്കാനുള്ള നിശ്ചയദാർഢ്യവും ഉറപ്പിക്കുന്നതാണ് ഖാനയുടെ ഈ ഒരു പ്രഖ്യാപനം. ഇറാനിയൻ ബാലിസ്റ്റിക് മിസൈലുകൾ ആദ്യ തരംഗത്തിന്റെ വരവിനെ സൂചിപ്പിക്കുന്ന സൈറനുകൾ പ്രാദേശിക സമയം പുലർച്ചെ 12:40 ഇസ്രായേൽ അധിനിവേശ നഗരങ്ങളിലും ജനവാസ കേന്ദ്രങ്ങളിലും മുഴങ്ങി. മുന്നറിയിപ്പ് സംവിധാനത്തിലെ തകരാറുകൾ കാരണം അഭയകേന്ദ്രത്തിലേക്ക് ഓടിയെത്തിയ കുടിയേറ്റക്കാർ വ്യാപകമായ തോതിൽ പരിഭ്രാന്തരായി. മുൻകൂർ മുന്നറിയിപ്പില്ലാതെയാണ് റോക്കറ്റുകൾ പതിച്ചതെന്ന് ചിലർ പറഞ്ഞു. ആദ്യ ബാച്ചിൽ 20 മുതൽ 30 വരെ ബാലിസ്റ്റിക് മിസൈലുകൾ ഉൾപ്പെട്ടിരുന്നുവെന്ന് ഇസ്രായേൽ മാധ്യമങ്ങൾ കണക്കാക്കി. ചൊവ്വാഴ്ച മുതൽ നടന്ന ചെറിയ തോതിലുള്ള ആക്രമണങ്ങളെ തുടർന്നാണ് ഈ വലിയ ആക്രമണം. ഈ ആക്രമണങ്ങളിൽ ഓരോ തരംഗത്തിനും ചെറിയ അളവിൽ മിസൈലുകൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ എങ്കിലും ഒന്നിലധികം പ്രത്യാഘാതങ്ങൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. അമാനിലെ ഇസ്രായേൽ മിലിറ്ററി ഇന്റലിജൻസ് ഡയറക്ടറേറ്റിൽ നടന്ന ആക്രമണവും ഇതിൽ ഉൾപ്പെടുന്നു. ചൊവ്വാഴ്ച രാവിലെ തെൽ അവീവിലെ ഒരു ബേസിൽ ആളുകളെ പാർപ്പിച്ചിരുന്ന വലിയൊരു സംഭരണശാലയ്ക്ക് നേരെ നടന്ന ആക്രമണം നേരിട്ടുള്ളതും കുറച്ച് അധികം കനത്തതുമായിരുന്നു. ഈ പുതിയ ആക്രമണങ്ങളിൽ തെക്ക് ഭാഗത്തുള്ള അഷ്ദോദിലും അൽ ഖുദ്സിലും മധ്യഭാഗത്തുള്ള ഷാരോൺ സമരില നഗരവാസ കേന്ദ്രങ്ങളിലും ആഘാതങ്ങൾ രേഖപ്പെടുത്തിയതായി ഇസ്രായേൽ മാധ്യമം റിപ്പോർട്ട് ചെയ്തു. ആക്രമണത്തിൽ ഇറാൻ സൈന്യം വടക്കൻ അധിനിവേശ പലസ്തീനിലെ മെറോൺ എയർ ട്രാഫിക് കൺട്രോൾ ബേസ് ആക്രമിച്ചതായും ഇറാനിലെ ഫാൻസ് ന്യൂസ് ഏജൻസി വെളിപ്പെടുത്തി. വടക്കൻ അധിനിവേശ പലസ്തീനിലെ മെറോൺ പർവ്വതത്തിന് മുകളിൽ സ്ഥിതി ചെയ്യുന്ന ഒരു തന്ത്രപ്രധാനമായ ഇസ്രായേലി സൈനിക താവളമാണ് മെറോൺ ഫെലിസിറ്റി. വടക്കൻ മുന്നണിയിലെ ഇലക്ട്രോണിക് നിരീക്ഷണത്തിനും ആകാശ നിരീക്ഷണത്തിനുമുള്ള അധിനിവേശ സേനയുടെ പ്രധാന കേന്ദ്രങ്ങളിലൊന്നായി കണക്കാക്കപ്പെടുന്നതാണ് ഈ സ്ഥലം. ലെബ്നാനിയയിലും സിറിയയിലെയും പ്രവർത്തനങ്ങൾ നിരീക്ഷിക്കുന്നതിനും നിയന്ത്രിക്കുന്നതിനും ഈ താവളം നിർണായകമാണ്. കൂടാതെ റഡാറുകൾ, ജാമിംഗ് സിസ്റ്റങ്ങൾ, സൈനിക ആശയവിനിമയ സംവിധാനങ്ങൾ എന്നിവ ഇവിടെയുണ്ട്. വടക്കൻ ലക്ഷ്യങ്ങൾക്കെതിരായ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കാൻ ഉപയോഗിക്കുന്ന ഇസ്രായേലിന്റെ E-41 ശൃംഖലയുടെ അവിഭാജ്യ ഘടകമാണിത്. ഖൈബർ ഷെഖാൻ ബാലിസ്റ്റിക് മിസൈലുകൾ ഉപയോഗിച്ചായിരുന്നു ആക്രമണമെന്നും ഇസ്രായേലിന്റെ തന്ത്രപ്രധാനമായ സ്ഥലങ്ങൾ ആക്രമിച്ചതായും ഇറാനിയൻ മാധ്യമങ്ങൾ സ്ഥിരീകരിച്ചു കഴിഞ്ഞു. എന്നാൽ തകരാറുള്ള ഇന്റർസെപ്റ്ററുകൾ നിലത്തേക്ക് നീങ്ങി അജ്ഞാത വസ്തുവിൽ ഇടിച്ചത് തെൽ അവീവിൽ വലിയൊരു തീപിടുത്തത്തിന് കാരണമായി. ഇറാനിയൻ പ്രൊജക്ടുകളെ തടയുന്നതിനായി വിക്ഷേപിച്ച ഇസ്രായേലി മിസൈലുകൾ പരാജയപ്പെടുകയും ഭൂമിയിലെ വസ്തുക്കളിൽ ഇടിക്കുകയും ചെയ്ത മൂന്നാമത്തെ സംഭവമാണിത്. തെൽ അവീവ്, നെതന്യ, വെസ്റ്റ് ബാങ്ക് എന്നിവ ഉൾപ്പെടെ നിരവധി ജനവാസ കേന്ദ്രങ്ങളിൽ സൈറനുകൾ മുഴങ്ങിയതോടെ താമസിയാതെ രണ്ടാമത്തെ ആക്രമണവും നടന്നു. തെൽ അവീവിലും വടക്കൻ പ്രദേശങ്ങളിലുമുള്ള 2 ഇറാനിയൻ മിസൈലുകൾ ഇസ്രായേലി മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തതിന് പിന്നാലെ പുലർച്ചെ 1:30 ആക്രമണം നടന്നത്. ഇന്റർസെപ്റ്ററുകളുടെ അവശിഷ്ടങ്ങൾ അധിനിവേശ പലസ്തീനിലെ ഒന്നിലധികം പ്രദേശങ്ങളിൽ തീപിടിച്ചതിന് കാരണമായി. ഏകദേശം 20 കാറുകൾക്ക് തീപിടിച്ചു. തൊട്ടുപിന്നാലെ സയനിസ്റ്റ് സൈന്യത്തിന്റെ വ്യോമ പ്രതിരോധ സംവിധാനത്തിന്റെ അവസാനത്തിന്റെ ആരംഭത്തിന് ഞങ്ങൾ സാക്ഷ്യം വഹിക്കുന്നു എന്ന് ഇറാന്റെ ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് കോർപ്സ് പ്രഖ്യാപിച്ചു. ഇറാനെതിരായ ഇസ്രായേലി ആക്രമണത്തിന്റെയും തുടർന്നുള്ള ഇറാന്റെ പ്രത്യാക്രമണങ്ങളുടെയും തുടക്കത്തിന് ശേഷമുള്ള 10ാമത്തെ പ്രസ്താവനയിൽ ഏറ്റവും പുതിയ ആക്രമണങ്ങളിൽ ഒന്നാം തലമുറ ഫതാഹ് മിസൈലുകൾ ഉൾപ്പെടുത്തിയിരുന്നുവെന്ന് ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് കോർപ്സ് വെളിപ്പെടുത്തി. ഇസ്രായേലിന്റെ മിസൈൽ പ്രതിരോധ കവചം വിജയകരമായി തുളച്ചുകയറുകയും ഇസ്രായേലി സൈനിക സ്ഥാപനങ്ങൾ ആവർത്തിച്ച് ആക്രമിക്കുകയും ചെയ്ത ഉയർന്നതും ശക്തവുമായ ആയുധങ്ങളായിരുന്നു ഇവ.
ഫതാഖ് മിസൈലുകളുടെ വിന്യാസം തെൽ അവീവിലും വഞ്ചനാപരമായ സഖ്യകക്ഷിക്കും യുദ്ധത്തിന് പ്രേരിപ്പിക്കുന്നവർക്കും ഇറാന്റെ ശക്തിയുടെ വ്യക്തമായ സന്ദേശമാണെന്ന് അമേരിക്കയെ പരാമർശിച്ചുകൊണ്ട് ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് കോർപ്സ് സൂചിപ്പിച്ചു. അധിനിവേശ പ്രദേശങ്ങൾക്ക് മുകളിലുള്ള ആകാശം ഇപ്പോൾ പൂർണ്ണമായും നമ്മുടെ നിയന്ത്രണത്തിലാണെന്ന് സംശയാതീതമായി തെളിയിച്ചു. എന്നാൽ ഏറ്റവും പുതിയ മിസൈൽ ആക്രമണത്തെക്കുറിച്ച് ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് കോർപ്സ് അവകാശപ്പെട്ടത് ഇറാന്റെ മിസൈൽ ശേഷികൾക്ക് മുന്നിൽ തെൽ അവീവിലെ താമസക്കാർ ഇപ്പോൾ പ്രതിരോധം നഷ്ടപ്പെട്ടവരായി മാറിയിരിക്കുന്നുവെന്ന് ഊന്നി പറഞ്ഞുകൊണ്ടാണ് ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് കോർപ്സ് പ്രസ്താവന അവസാനിപ്പിച്ചത്. തെഹ്റാനിലെ ഡിസ്ട്രിക്ട് 18 നേരെ ഇസ്രയേലി ഭീഷണി ഉയർത്തിയതിനെ തുടർന്ന് തെൽ അവീവിലെ നെവ്ഡേക്ക് പരിസരത്തുള്ള ഇസ്രയേലി കുടിയേറ്റക്കാർക്ക് ഇറാൻ സായുധ സേന ഒളിപ്പിക്കൽ ഉത്തരവ് പുറപ്പെടുവിച്ചിരുന്നു. തെൽ അവീവിലെ ഏറ്റവും പഴക്കമേറിയതും പ്രതീകാത്മകമായി പ്രാധാന്യമുള്ളതുമായ ഒന്നാണ് നെവ് സെഡേക്ക്. സയനിസ്റ്റ് ആഖ്യാനത്തിൽ ഇരുന്ന് സാംസ്കാരികവും ചരിത്രപരവും പ്രത്യയശാസ്ത്രപരവുമായ ആഴത്തിലുള്ള മൂല്യമുണ്ട്. കൂടാതെ ഇസ്രയേലി വ്യവഹാരങ്ങളിൽ പലപ്പോഴും ആദ്യ സയനിസ്റ്റ് സ്വപ്നം എന്നും നെവ് ഡെസ്ക് വിശേഷിക്കപ്പെടുന്നു. ഓരോ വർഷവും ആയിരക്കണക്കിന് സന്ദർശകരെ ആകർഷിക്കുന്ന ഒരു പ്രധാന സാംസ്കാരിക വിനോദസഞ്ചാര കേന്ദ്രം കൂടിയാണ് നെവ് സെഡേക്ക്.